ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ ചുവന്ന കടല വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചുവന്ന കടല ഇവിടെ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയിലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് നമ്മുടെ കടല നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഈ കടലൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ കടല ക്രഷ് ചെയ്തെടുത്തതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള, മല്ലിയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം അരച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊക്കെ കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയി കിട്ടും അരിപ്പൊടി ചേർക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ റസ്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ റസ്ക് പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊക്കെ കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനൊക്കെ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമ്മുടെ ഈ ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇത് ഫ്രൈ ആയി വരുമ്പോൾ അത്യാവശ്യത്തിന് വലുപ്പമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഇതിൽ ബോൾസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ കടലയായ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് എല്ലോടും നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈസ് ഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ റേഷൻ കടയിൽ നിന്ന് കിറ്റൊക്കെ കിട്ടണ കാരണം എല്ലാവരുടെ വീട്ടിലും കടലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ കടല കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.